മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഒരു 5 നല്ല പഴുത്ത മാങ്ങ എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം ഉരിച്ച് കളഞ്ഞിട്ടാണ് ഞാനത് വയ്ക്കുന്നത്. ചെത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി ആ വെള്ളത്തിലോട്ട് ഇറങ്ങത്തില്ല. അതുകൊണ്ട് തൊലി ഉരിച്ച് കളയുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ 5 മാങ്ങയും കൂടി ഒരു മൺകലത്തിൽ ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് വേണം വേവിക്കാൻ. ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്കിതിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ഇതിന് വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, ഇച്ചിരി ജീരകം, കുറച്ച് വെളുത്തുള്ളി, 2 ചുമന്ന ഉള്ളി, ഇത്രയുമാണ് വേണ്ടത്. തൈര് വേണം. 1 സ്പൂൺ ശർക്കരയും കൂടെ ഞാനവിടെ തിരുകി വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ 1 സ്പൂൺ ശർക്കര ചുരണ്ടി വെച്ചത് അതിനകത്തോട്ടിടുക. ഇച്ചിരി മധുരമൊക്കെ കിട്ടുന്ന ഇച്ചിരി സ്വാദ് കൂടുതൽ തോന്നും. സാധാരണ ഞാൻ മാമ്പഴ പുളിശ്ശേരിക്ക് ഇച്ചിരി ശർക്കര ഇടാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കുറച്ച് മുളക് പൊടി മാമ്പഴത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 പച്ചമുളക് മതി. ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. കരി വരാൻ പാടില്ല. റെഡിയാക്കി വെച്ച ഈ കൂട്ട് തിളച്ച് വരുന്ന മാമ്പഴ ഇതിലോട്ട് കലത്തിനകത്തോട്ട് ഈ കൂട്ട് ഒഴിക്കുക. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഒരു തിള വരണം, നല്ലപോലെ തിളയ്ക്കണം. ഈ കൂട്ടും ഈ മാമ്പഴത്തിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം കൂടി ഇതിനകത്ത് ചേർന്ന് നല്ലപോലെ തിളച്ച് വരണം. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവ് തോന്നി എനിക്ക്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇതിൽ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 വറ്റൽമുളക് ഇട്ട് ഇച്ചിരി കടുവും ഇവിടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞ് വെച്ചതും കൂടി അതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഉലുവയും കൂടി ഈ ഉള്ളിയുടെ കൂടെ ചേർക്കുക. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പുളിശ്ശേരി നല്ലൊരു മണമായിരിക്കും ഉലുവ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലോട്ട് ഈ വറവ് ഒഴിച്ചു കൊടുക്കുക.
അതിനുശേഷം നല്ലപോലെ ഇളക്കി കുറച്ചൊന്ന് സ്റ്റൗയുടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനുശേഷം തൈര് കുറച്ചിത് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ തൈര് അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.